നമസ്കാരം. എല്ലാവർക്കും ഇതിഹാസ കഥകളിലേക്ക് സ്വാഗതം. ഞാൻ NGR നമ്പൂതിരി. 3-4 ആഴ്ച നമ്മൾ തുടർച്ചയായി കഥ ഇടുവാൻ സാധിച്ചില്ല. ചില സാങ്കേതിക കാരണങ്ങളാൽ അങ്ങനെ ഒരു 3-4 ആഴ്ച നമുക്ക് നഷ്ടപ്പെട്ടു പോയി. വീണ്ടും പൂർവാധികം ഭംഗിയായി തന്നെ തുടർന്ന് കഥ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയുമായി നമ്മൾ അടുത്ത ഒരു കഥയിലേക്ക് ഇറങ്ങുകയാണ്. ഇന്ന് ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്ന മറ്റൊരു കഥയുടെ പേരാണ് പാഴൂർ പെരുന്തൃക്കോവിൽ മഹാദേവ ക്ഷേത്രം. ഒരിക്കൽ ഒരു നമ്പൂതിരി വിവാഹം കഴിക്കണം എന്ന് നിശ്ചയിച്ച് ചില സ്ത്രീജാതകങ്ങളും തൻ്റെ ജാതകവും കൊണ്ട് പാഴൂർ കണിയാരുടെ അടുക്കൽ ചെന്നു. കണിയാർ ആ ജാതകങ്ങൾ എല്ലാം വാങ്ങി ആകപ്പാടെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, തമ്പുരാൻ, ഇപ്പോൾ വിവാഹത്തിനായി ഉത്സാഹിക്കണമെന്നില്ല. അവിടേക്കിപ്പോൾ വലിയ ഗ്രഹപ്പിഴക്കാലമാണ്. 1 കൊല്ലത്തിനകം അവിടുന്ന് തീപ്പെട്ടു പോകും എന്നാണ് ജാതകം കൊണ്ട് കാണുന്നത്. അതിനാൽ ജാതകം നോക്കണമെങ്കിൽ 1 കൊല്ലം കഴിഞ്ഞിട്ട് മതി. ഈ ഗ്രഹപ്പിഴ നീങ്ങി കിട്ടണമെങ്കിൽ അതിന് തക്കവണ്ണമുള്ള പുണ്യകർമ്മം എന്തെങ്കിലും ചെയ്യണം. അതത്ര എളുപ്പവുമല്ലല്ലോ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നമ്പൂരിക്ക് സാമാന്യത്തിലധികം വ്യസനമുണ്ടായി എന്നുള്ളത് പ്രത്യേകിച്ച് പറയണമെന്നില്ലല്ലോ. അദ്ദേഹം ഇതിന് മറുപടിയായി ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയി. അപ്പോഴേക്കും നേരം സന്ധ്യയായി തുടങ്ങിയതിനാൽ പുഴയിലിറങ്ങി കുളിച്ച് അടുത്തുള്ളൊരു നമ്പൂരിയുടെ ഇല്ലത്ത് പോയി അത്താഴവും കഴിച്ച് അവിടെ കിടന്ന് തൻ്റെ മരണത്തെക്കുറിച്ചുള്ള വിചാരം നിമിത്തം നമ്പൂരിക്ക് രാത്രിയിൽ കിടന്നിട്ട് ഉറക്കം വന്നില്ല. അദ്ദേഹം അവിടെ കിടന്നുകൊണ്ട് ഈ ഗ്രഹപ്പിഴ നീങ്ങാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് വിചാരിച്ചു തുടങ്ങി. അദ്ദേഹം വിചാരിച്ച് ഒടുക്കം ഒരു ക്ഷേത്രം പണിയിച്ച് ശിവപ്രതിഷ്ഠ കഴിച്ച് അവിടെ നിത്യനിദാനം, മാസവിശേഷം, ആട്ടവിശേഷം മുതലായവയ്ക്ക് വേണ്ടുന്ന മുതൽക്കൂട്ടുകളൊക്കെ കൊടുത്തേക്കാമെന്ന് നിശ്ചയിക്കുകയും അതിനുള്ള മുതൽ തൻ്റെ മനസ്സങ്കല്പം കൊണ്ട് നീക്കി വയ്ക്കുകയും ചെയ്തു. പിറ്റേ ദിവസം രാവിലെ അദ്ദേഹം വീണ്ടും കണിയാരുടെ അടുക്കൽ ചെന്നു. തൻ്റെ ആയുസ്സിനെക്കുറിച്ച് ഒന്നുകൂടി ചിന്തിച്ച് പറയണമെന്ന് പറഞ്ഞു. കണിയാർ വീണ്ടും നോക്കിയപ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ, അദ്ദേഹത്തിന് ദീർഘായുസ്സും ആരോഗ്യവും കാണുകയാൽ തമ്പുരാൻ എന്തോ വലുതായ ഒരു പുണ്യകർമ്മം ചെയ്തിരിക്കുന്നതായി കാണുന്നു. ഇനി ഭയപ്പെടാനൊന്നുമില്ല, ഉടനെ വിവാഹം നടത്താം എന്ന് പറയുകയും ജാതകം നോക്കിക്കൊടുക്കുകയും ചെയ്തു. എങ്കിലും താൻ നിശ്ചയിച്ച പുണ്യകർമ്മം സാധിച്ചതിന് ശേഷമല്ലാതെ വിവാഹം കഴിക്കുന്നില്ലെന്ന് നമ്പൂരി തീർച്ചയാക്കി. അക്കാലത്ത് പാഴൂരിൽ തന്നെ തച്ചുശാസ്ത്ര നിപുണനും യോഗ്യനുമായ ഒരു തച്ചൻ, അതായത് ആശാരി ഉണ്ടായിരുന്നു. നമ്പൂരി അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് വൈക്കത്ത് പെരുന്തൃക്കോവിൽ പോലെ ഒരു ക്ഷേത്രം പണി കഴിപ്പിക്കേണ്ടിയിരിക്കുന്നുവെന്നും അതിലേക്ക് ഒരു കണക്കുണ്ടാക്കുകയും സ്ഥാനം നിശ്ചയിക്കുകയും പണി നടത്തി തരുകയും ചെയ്യണമെന്നും പറഞ്ഞു. തച്ചൻ അപ്രകാരം ചെയ്യാമെന്ന് സമ്മതിക്കുകയും വൈക്കത്ത് പെരുന്തൃക്കോവിൽ ക്ഷേത്രത്തിൻ്റെ ആകൃതി ഒപ്പിച്ച് ഒരു കണക്കുണ്ടാക്കുകയും ക്ഷേത്രം പണിയുന്നതിന് പൂർവവാഹിനിയായി കിഴക്കോട്ടൊഴുകുന്ന പാഴൂർ പുഴയുടെ വക്കത്ത് ഒരു സ്ഥാനം കാണുകയും അവിടെ ആ കണക്കൊപ്പിച്ച് ഒരമ്പലം പണിത് തീർക്കുകയും ചെയ്തു. നമ്പൂരി അവിടെ ശിവപ്രതിഷ്ഠ, കലശം മുതലായവ നടത്തുകയും ഒരു മഹാക്ഷേത്രത്തിൽ വേണ്ടുന്ന 5 പൂജ, 3 ശിവേലി, നവകം, പഞ്ചഗവ്യം മുതലായവ പ്രതിദിനം നടത്തുന്നതിനും മാസവിശേഷം, ആട്ടവിശേഷം മുതലായവയ്ക്ക് വേണ്ടുന്ന വസ്തുവകകൾ ക്ഷേത്രത്തിലേക്കായി കൊടുക്കുകയും ചെയ്തു. ഇപ്രകാരമാണ് പാഴൂർ പെരുന്തൃക്കോവിൽ ക്ഷേത്രം ഉണ്ടായത്. ആ ക്ഷേത്രം വൈക്കത്ത് പെരുന്തൃക്കോവിൽ ക്ഷേത്രത്തിൻ്റെ ആകൃതിയിൽ തന്നെയാണ് ഇപ്പോഴും കാണപ്പെടുന്നത്. ഇനി ഈ ക്ഷേത്രം സംബന്ധിച്ചുള്ള
ചില വിശേഷങ്ങൾ പറയാനുണ്ട്. പാടൂർ പെരുന്തൃക്കോവിൽ ക്ഷേത്രം പണി നടത്തിയ തച്ചപ്പണിക്കൻ നല്ല ഒരു കണക്കുകാരനായിരുന്നുവെന്ന് മുമ്പ് പറഞ്ഞല്ലോ. അതിനാൽ അദ്ദേഹത്തിനെ ക്ഷേത്രങ്ങൾക്ക് കണക്ക് നിശ്ചയിക്കുന്നതിനും സ്ഥാനം കാണുന്നതിനും മറ്റുമായി പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ വന്ന് കൊണ്ടുപോവുക പതിവായിരുന്നു. ക്ഷേത്രം പണി തുടങ്ങിയാൽ അത് മുഴുവനായി കലശം കഴിയുന്നത് വരെ പ്രധാന തച്ചൻ പൂണൂൽ ധരിച്ചിരിക്കണമെന്നും ക്ഷൗരം ചെയ്യാൻ പാടില്ല എന്നും ഒരു ഏർപ്പാടുണ്ട്. അതിനാൽ ഈ തച്ചപ്പണിക്കൻ എന്നും പൂണൂൽ ധരിച്ചുകൊണ്ടും ക്ഷൗരം ചെയ്യാതെയുമാണ് ഇരുന്നിരുന്നത്. ക്ഷേത്രം പണിക്ക് പ്രാധാന്യം വഹിച്ചുകൊണ്ടിരിക്കാനല്ലാതെ അദ്ദേഹത്തിന് സമയം കിട്ടിയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ചുമതലയിൽ ഒരു സ്ഥലത്ത് ഒരമ്പലം പണി തുടങ്ങിയാൽ അത് മുഴുവനാക്കുന്നതിന് മുൻപ് വേറെ 4 ദിക്കിൽ തുടങ്ങും. അതിനാൽ അദ്ദേഹം എന്നും താടിയും തലയും വളർത്തിക്കൊണ്ടും പൂണൂൽ ധരിച്ചുകൊണ്ടുമിരുന്നു. അദ്ദേഹത്തിൻ്റെ ദേഹം വെളുത്ത് ചുവന്ന് തടിച്ചുരുണ്ട് സ്വൽപ്പം കുടവയറോട് കൂടിയതുമായിരുന്നു. കാഴ്ചയിൽ അദ്ദേഹം നല്ല ശ്രീമാനും തേജസ്വിയും ആകപ്പാടെ യോഗ്യനുമായിരുന്നു. ഇതെല്ലാം കൊണ്ടും ഇദ്ദേഹത്തിനെ കണ്ടിട്ട് പരിചയമില്ലാത്തവർ ഒരു ആഢ്യൻ നമ്പൂരിയാണെന്ന് തെറ്റിദ്ധരിക്കുക സാധാരണവുമായിരുന്നു. ഈ തച്ചപ്പണിക്കനെ ഒരിക്കൽ ഒരമ്പലത്തിന് സ്ഥാനം നോക്കി നിശ്ചയിക്കാനായി കായംകുളത്ത് രാജാവിൻ്റെ കൽപ്പന പ്രകാരം ആളുകൾ വന്ന് ഒരു തോണിയിൽ കയറ്റി കൊണ്ടുപോയി. ആ തോണി വേമ്പനാട്ട് കായലിലായപ്പോൾ തെക്ക് നിന്ന് വടക്കോട്ട് ഒരു ബോട്ട് വരുന്നത് കണ്ടു. ആ ബോട്ടിൽ പൂരാടം പിറന്ന ശക്തനായ ചെമ്പകശ്ശേരി, അതായത് അമ്പലപ്പുഴ രാജാവായിരുന്നു. ബോട്ടും തോണിയും തമ്മിൽ തൊട്ടടുത്തപ്പോൾ തന്നെ രാജാവ് തച്ചപ്പണിക്കനെ കാണുകയും വിശിഷ്ടനായ ഒരു ബ്രാഹ്മണശ്രേഷ്ഠനാണെന്ന് തീർച്ചപ്പെടുത്തി ബോട്ടിനകത്ത് എണീറ്റ് നിൽക്കുകയും ചെയ്തു. രാജാവിനെ കണ്ട് തോണിയിൽ തച്ചനും എണീറ്റ് നിന്നു. ബോട്ടും തോണിയുമായി നല്ല പോലെ അടുത്തപ്പോൾ രാജാവ് തച്ചനോട് ആരാണ് എന്ന് ചോദിച്ചു. രാജാവിന് വിക്കുള്ളത് കൊണ്ട് വിക്കി വിക്കി ആരാണ് എന്നാണ് ചോദിച്ചത്. തച്ചപ്പണിക്കനും വിക്കുണ്ടായിരുന്നതിനാൽ അടിയൻ തച്ചനാണ് എന്നും പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഇവൻ തന്നേക്കാൾ ആഭിജാത്യമുള്ള ആഢ്യന്മാരിൽ ആരെങ്കിലും ആയിരിക്കുമെന്ന് വിചാരിച്ച് ബ്രാഹ്മണനായ താൻ സബഹുമാനം എണീറ്റ് നിന്ന് പോയതുകൊണ്ടുള്ള കുണ്ഠിതവും തച്ചൻ വിക്കിപ്പറഞ്ഞത് തന്നെ പരിഹസിച്ചതാണെന്ന് വിചാരിച്ചുണ്ടായ കോപവും രാജാവിന് സഹിക്കവയ്യാതായി. ഉടനെ അദ്ദേഹം കയ്യിലുള്ള ഉടവാളുമായി ആ തോണിയിൽ ചാടിക്കയറുകയും ഒറ്റ വെട്ടിന് തച്ചൻ്റെ കഴുത്ത് വെട്ടി മുറിച്ച് കായലിലിടുകയും ചെയ്തിട്ട് പോകേണ്ടിയിരുന്ന ദിക്കിലേക്ക് പോവുകയും ചെയ്തു. ആ ദിവസം പാടൂർ പെരുന്തൃക്കോവിൽ ഉച്ചശിവേലിക്ക് എഴുന്നള്ളിച്ച് ആദ്യത്തെ പ്രദക്ഷിണം കിഴക്കേ നടയിലായപ്പോൾ മതി, അകത്തെഴുന്നള്ളിച്ച് നടപൂട്ടട്ടെ, എൻ്റെ തച്ചൻ മരിച്ചിരിക്കുന്നു എന്നൊരു അശരീരി വാക്ക് കേൾക്കപ്പെട്ടു. പാടൂർ പെരുന്തൃക്കോവിൽ ഭഗവാന്റെ അരുളിപ്പാട് കേട്ട് ഉടനെ അകത്തേക്ക് എഴുന്നള്ളിക്കുകയും നട പൂട്ടുകയും ചെയ്തു. ഇപ്പോഴും അവിടെ ഉച്ചശിവേലിക്ക് ഒരു പ്രദക്ഷിണം മാത്രമേ പതിവുള്ളൂ. പാടൂർ പെരുന്തൃക്കോവിൽ ക്ഷേത്രത്തിൽ പതിവായി നിവേദ്യത്തിന് അരി അളന്നു കൊടുക്കുക മുതലായ പ്രവർത്തികൾ നടത്തുന്നതിന് ഒരു മൂത്തതുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ആ ക്ഷേത്രത്തിൽ നിന്ന് പല അനുഭവങ്ങളും ആദായങ്ങളും നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വലിയ ചതുരംഗപ്പോരുകാരനായിരുന്നു. ചതുരംഗം വെച്ച് അദ്ദേഹം പലരെയും തോൽപ്പിക്കുകയും ആരോടും തോൽക്കാതെ ഇരിക്കുകയും ചെയ്തിരുന്നതിനാൽ ചതുരംഗത്തിൽ തന്നെ തോൽപ്പിക്കുന്നതിന് ഈ ഭൂലോകത്തിൽ ആരുമില്ലെന്ന ഒരു അഹന്ത അദ്ദേഹത്തിന് കലശിലായി തീർന്നു. അങ്ങനെ ഇരിക്കുന്ന കാലത്ത് ആ ദേശക്കാരനും കുറൂര് എന്ന ഇല്ലപ്പേരുമായ ഒരു നമ്പൂരിയും ഈ മൂത്തതും കൂടി ഒരു ദിവസം ചതുരംഗം വയ്ക്കുകയും
നമ്പൂരി മൂത്തതിനെ തോൽപ്പിക്കുകയും ചെയ്തു. അപ്പോൾ മൂത്തത് പറഞ്ഞു, ഒരു തവണ കൂടി കളിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങയെ തോൽപ്പിക്കും എന്ന് പറഞ്ഞു. മൂത്തതിനെ ഞാൻ തോൽപ്പിക്കുകയാണ് ചെയ്തതെങ്കിലോ എന്ന് നമ്പൂരി തിരിച്ചു ചോദിച്ചു. അങ്ങനെ വരികയാണെങ്കിൽ എനിക്ക് ഈ ക്ഷേത്രത്തിലുള്ള അവകാശങ്ങൾ മുഴുവനും ഞാൻ അങ്ങയ്ക്ക് ഒഴിഞ്ഞു തന്നേക്കാം എന്ന് മൂത്തതും പറഞ്ഞു. അപ്രകാരം മൂത്തതിനെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചതിന് ശേഷം നമ്പൂരി മൂത്തതിനോട് കൂടി വീണ്ടും ചതുരംഗം വയ്ക്കുകയും മൂത്തതിനെ തോൽപ്പിക്കുകയും ചെയ്തു. മൂത്തത് സത്യപ്രകാരം ക്ഷേത്രത്തിലെ സകല അവകാശങ്ങളും നമ്പൂരിക്ക് ഒഴിഞ്ഞു കൊടുത്തിട്ട് കുടുംബസഹിതം ആ ദേശത്ത് നിന്ന് പൊയ്ക്കളഞ്ഞു. ആയതിനാൽ ഇപ്പോഴും പാഴൂർ പെരുന്തൃക്കോവിൽ ക്ഷേത്രത്തിൽ മൂത്തതില്ല. മൂത്തത് നടത്തി വന്നിരുന്ന പ്രവർത്തികളെല്ലാം ഇപ്പോൾ അവിടെ കുറൂര് നമ്പൂരിയുടെ ആൾക്കാരായ ചിലരാണ് നടത്തി വരുന്നത്. മൂത്തതിനുണ്ടായിരുന്ന അനുഭവങ്ങളെല്ലാം ദേവസ്വത്തിൽ നിന്ന് കുറൂര് നമ്പൂരിക്ക് ഇപ്പോഴും കൊടുത്തു വരുന്നുണ്ട്. പാഴൂർ പെരുന്തൃക്കോവിൽ ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്ത് വളരെ പഴക്കമുള്ളതായ ഒരു വരിക്കപ്ലാവ് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അതുണ്ടായത് എന്നാണെന്ന് ഓർമ്മയുള്ളവരായി ആ ദിക്കിലെങ്ങും ആരുമില്ല. വലിയ വയോവൃദ്ധന്മാരോട് ചോദിച്ചാലും അവർക്ക് ഓർമ്മയുള്ള കാലം മുതൽ അതങ്ങനെ അവിടെ നിൽക്കുന്നുണ്ടെന്ന് പറയും. അതിനെ കീഴ്ലോകത്ത് വരിക്ക എന്നാണ് എല്ലാവരും പറഞ്ഞു വരുന്നത്. ആ പ്ലാവിൻ്റെ ആഗമനത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ഏറ്റവും രസകരമാണ്. ഒരിക്കൽ പാഴൂർ പെരുന്തൃക്കോവിലെ കലശക്കുടങ്ങൾ മുക്കി വൃത്തിയാക്കാനായി ക്ഷേത്രത്തിലെ പ്രവർത്തിക്കാരിൽ ഒരാൾ പുഴയിൽ കൊണ്ടുപോയി. ആ കൂട്ടത്തിൽ ഒരു സ്വർണ്ണക്കുടം കൂടി ഉണ്ടായിരുന്നു. അത് ക്ഷേത്രത്തിൽ പതിവായിട്ടുള്ള നവകത്തിന് ബ്രഹ്മക്കുടമായി ഉപയോഗിക്കാനായിരുന്നു ആ കുടം. ആ കുടം മുക്കിയപ്പോൾ കയ്യിൽ നിന്ന് തെറ്റി വെള്ളത്തിൽ പോവുകയും അത് പുഴയിൽ താണു പോവുകയും ചെയ്തു. ഉടനെ ആ കടകക്കാരൻ അയ്യോ പൊൻകുടം പോയല്ലോ എന്ന് പറഞ്ഞ് ആറ്റിൽ ചാടി മുങ്ങി. കുടം താണു പോകുന്നത് അയാൾക്ക് കാണാമായിരുന്നു. എങ്കിലും പിടിക്കാൻ കിട്ടിയില്ല. അതിനാൽ അയാളും കുടത്തിന് പിന്നാലെ പോയി. അങ്ങനെ വളരെ താഴെ ചെന്നപ്പോൾ വെള്ളം അവസാനിക്കുകയും അവിടെ ഒരു കരപ്രദേശമായി കാണപ്പെടുകയും ചെയ്തു. അവിടെ കുറെ ആളുകൾ കൂടിയിരുന്ന് ചക്കപ്പഴം തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ ഈ മനുഷ്യനെ കണ്ടപ്പോൾ ഒരു തുണ്ട് ചക്കപ്പഴം ഇയാൾക്ക് കഴിക്കാനായി കൊടുക്കുകയും അതിലുള്ള കുരുവെല്ലാം തിരികെ ഏൽപ്പിക്കണം എന്ന് പറയുകയും ചെയ്തു. അയാൾ ആ ചക്കപ്പഴം കഴിച്ചു നോക്കി. അപ്പോൾ അതിൻ്റെ മാധുര്യം അസാധാരണമായിട്ട് അയാൾക്ക് തോന്നി. അത്ര വിശേഷപ്പെട്ട ചക്കപ്പഴം അയാൾ അതിനു മുൻപ് ഒരിക്കലും കഴിച്ചിട്ടില്ലായിരുന്നു. എന്തായാലും ഇതിൻ്റെ ഒരു കുരു തട്ടിയെടുത്ത് നമ്മുടെ ദിക്കിൽ കൊണ്ടുപോകണമെന്ന് അയാൾ നിശ്ചയിക്കുകയും അവിടെയുള്ളവർ അറിയാതെ ഒരു കുരു മുണ്ടിനടിയിൽ ഒളിച്ചു വയ്ക്കുകയും ചെയ്തു. പിന്നെ ആ മനുഷ്യൻ പൊൻകുടവും എടുത്ത് അവിടെ ഉണ്ടായിരുന്നവരോട് യാത്രയും പറഞ്ഞ് തിരിച്ച് പോരുകയും പാഴൂർ പെരുന്തൃക്കോവിൽ ക്ഷേത്രത്തിൻ്റെ കടവിൽ തന്നെ വന്ന് കയറുകയും ചെയ്തു. അയാൾ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന ചക്കക്കുരു കുഴിച്ചിട്ട് മുളപ്പിച്ചുണ്ടാക്കിയ പ്ലാവിനെയാണ് ഇപ്പോൾ കീഴ്ലോകത്ത് വരിക്ക എന്ന് പറഞ്ഞ് പോരുന്നത്. ഇങ്ങനെ അനേകം വിശേഷങ്ങളോടുകൂടിയതാണ് പാഴൂർ പെരുന്തൃക്കോവിൽ. ഇനി നിങ്ങൾ എപ്പോഴെങ്കിലും പാഴൂർ പെരുന്തൃക്കോവിൽ ക്ഷേത്ര ദർശനത്തിന് പോവുകയാണെങ്കിൽ ഈ കഥ നിങ്ങളുടെ മനസ്സിൽ ഒരു ഓർമ്മയായി നിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കഥ ഇവിടെ അവസാനിപ്പിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം.